നമസ്തേ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. മറ്റൊന്നുമല്ല, നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വൈദിക സമ്പ്രദായത്തിലേക്ക് പോയ ഒരു കാവ് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ വൈദിക സമ്പ്രദായത്തിൽ ദേവതേനെ മാറ്റി പ്രതിഷ്ഠിച്ച് ആ പ്രതിഷ്ഠാഭാവത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രിക്ക് തെറ്റുപറ്റി. അങ്ങനെ വീണ്ടും അത് ആ പൂർവാചാരപ്രകാരം തന്നെ ആ കാവിനെ മാറ്റിയിട്ട് പഴയ പൂർവാചാരപ്രകാരം പ്രതിഷ്ഠിക്കണമെന്നുള്ള ഇതിലേക്ക് വന്ന് അതൊരു വലിയ സന്തോഷമാണ്. കാരണം ഇന്ന് കാവുകളൊക്കെ വൈദികവൽക്കരിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ പല കാവുകളിലും ഒരു പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ട തറകളോ പതികളോ പൊളിച്ചു മാറ്റുന്ന സമയത്ത് ആദ്യം ഒരു താമ്പൂല പ്രശ്നമോ അല്ലെങ്കിൽ സ്വർണ്ണപ്രശ്ന വിധികളോ വെക്കുമ്പോൾ ഇവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു തന്ത്രിനെ നിർദ്ദേശിക്കുക. അപ്പോൾ തന്ത്രി വന്ന് അത് അവരുടെ വിധാനത്തിൽ വൈദിക സമ്പ്രദായ പ്രകാരം അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പോലും മാറ്റം വരുത്തി. അങ്ങനെയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ ഒരു കാവ് ദയാദേശത്തിലെ തന്നെ ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു വലിയ പതിയായിരുന്നു ശരിക്കും. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഗുരുതിയൊക്കെ നടക്കുന്ന ഒരു തറ വിശേഷമുള്ള സ്ഥലം. അവിടെ ഇതുപോലെ കമ്മിറ്റിയൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഇവർ ഒരു ജ്യോതിഷനെ കൊണ്ടുവരുന്നു. ജ്യോതിഷൻ്റെ വിധിപ്രകാരം അതൊക്കെ പൊളിച്ചു മാറ്റണം, ക്ഷേത്രം എടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ ക്ഷേത്രമെടുക്കുന്നു. ക്ഷേത്രമെടുത്ത് ആ പ്രദേശത്തുള്ള ഒരു വലിയൊരു ഇല്ലത്തിൽ, കേരളത്തിലെ പതിച്ചു കൊടുത്ത ഇല്ലങ്ങളുണ്ടല്ലോ, അവർക്ക് ബ്രാഹ്മണർക്ക് പതിച്ചു കൊടുത്ത പ്രതിഷ്ഠക്കും കാര്യത്തിനും അങ്ങനത്തെ ഒരു ഇല്ലത്തിലെ ആളെ കാണുന്നു. അവരെ പ്രതിഷ്ഠിക്കാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ പൂർവാചാരം മറന്ന് വൈദിക സമ്പ്രദായത്തിൽ ആ പ്രതിഷ്ഠ ദേവതേനെ ഇരുത്തുകയാണ്. ആ ഇരുത്തി അന്ന് മുതൽ പിന്നെ അവിടെ കഷ്ടപ്പാടിൻ്റെ പ്രയാസങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെന്താ പ്രതിവിധി എന്ന് അവർക്ക് മനസ്സിലായിട്ടുമില്ല. അതുകൊണ്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാനവിടെ കോമരായിട്ട് പോകുന്നതും കോമരം വെളിച്ചപ്പെട്ടിട്ടാണ് കാര്യങ്ങളെന്ന് പറഞ്ഞത്. എൻ്റെ സ്ഥാനത്ത് വേറെ ആളെ കയറ്റി ഇരുത്തിയിട്ടുള്ളത്. എനിക്കെൻ്റെ സ്ഥാനം തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വിധത്തിലുള്ള സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ 3-4 വർഷം നിരന്തരമായിട്ട് ഭഗവതി വെളിച്ചപ്പെട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമായിട്ട് പോലും അവർക്ക് അതിൻ്റെ വ്യവസ്ഥകൾ എന്തെന്നാണെന്നോ അത് മാറ്റം എന്തിയാണെന്നോ തിരിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഒടുവിൽ ഒരു ചെറുപ്പക്കാർ 1-2 ആൾ, തറവാട്ടിൽ 2 ആൾ ഒരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ, നാട്ടിൽ മൊത്തം പ്രശ്നമാകുന്ന അവസ്ഥ വന്നപ്പോൾ ാണ് അവർക്ക് ബോധോദയം വരുന്നത്. നമ്മൾ ഈ കാവിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നു. പ്രതിവിധി ആരാഞ്ഞു. നമ്മൾ വേറെ രക്ഷയൊന്നുമില്ല, ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ ആ സ്ഥാനം തിരിച്ചു കൊടുക്കുക. കാരണം ആ ദേവതേനെയല്ല നിങ്ങളിപ്പോൾ അവിടെ ഇരുത്തിയിട്ടുള്ളത്, ആ ദേവതേനെ മാറ്റിയിട്ടാണ് ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ദേവതക്ക് വേണം സ്ഥാനം തിരിച്ചു കൊടുക്കുക, അതേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയി സാഷ്ടാംഗം പറഞ്ഞു. വീണ്ടും എൻ്റെ നേതൃത്വത്തിലൊരു പ്രശ്നചിന്ത നടത്തി. അങ്ങനെ അവിടെ പൂർവാചാരപ്രകാരം കൊടുങ്ങല്ലൂർ അമ്മയെ തന്നെ വീണ്ടും പ്രതിഷ്ഠിക്കാനുള്ള വിധിയുണ്ടായി. അപ്പോൾ ഏത് തന്ത്രിയായി കഴിഞ്ഞാലും ഏത് മനുഷ്യനായി കഴിഞ്ഞാലും അവനവന് വേണ്ടുന്നത് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഇതിപ്പോൾ ഞാനായിക്കോട്ടെ, ഇത് തന്ത്രി ആയിക്കോട്ടെ. കാരണം
തെറ്റ് മനുഷ്യർക്ക് പറ്റും, മനുഷ്യ സഹജം തന്നെയാണ്. അപ്പോൾ പൂർവാചാരം നിലനിൽക്കുന്നിടത്ത് അത് വേണ്ടെടുത്ത് അത് സമ്പ്രദായം മാറ്റി വൈദിക സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും കൂടിയാണെന്ന് തന്നെയാണുള്ള ബോധം ഉണ്ടാവണം. എന്തായാലും ഒരു കാവ് വീണ്ടെടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. അത് നമ്മുടെ കുറുമ്പാക്കാളിയുടേതാകുമ്പോൾ അതിൽ